ഞാൻ വലിയ ദാനധർമ്മിയാണ്, ഞാൻ വലിയ പണ്ഡിതനാണ്, ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ആഢ്യനാണ് എന്നൊക്കെ നമ്മൾ പല വിധത്തിലാണ് ഞാൻ എന്നുള്ളത് ഇങ്ങനെ അഹംഭാവം ഉയർന്നു നിൽക്കുകയാണ്. അതുപോലെ ഓരോന്ന് ചെയ്യായാലും ഞാൻ ചെയ്തു എന്നുള്ള തോന്നൽ. ഓരോ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അത് ഞാൻ ചെയ്തു എന്ന് അഭിമാനിക്കുമ്പോൾ ആ കർമ്മം ചെയ്യാനായിട്ടുള്ള ആ കരുത്ത് എവിടെ നിന്ന് കിട്ടി, ആ കർമ്മം ചെയ്യാനായിട്ടുള്ള വിവേകം എവിടെ നിന്ന് കിട്ടി, ആ ബുദ്ധി അങ്ങനെ പ്രവർത്തിച്ചു, അതിൻ്റെ പിന്നിലുള്ളത് ആരാണ് എന്ന് നമ്മളൊന്നും ചിന്തിക്കണേ ഇല്ല. അതുകൊണ്ടാണ് അപ്പോൾ ഓരോരുത്തരും ആ അഹങ്കാരം കൊണ്ടാണ് സകല കർമ്മങ്ങളും സ്വന്തം കർമ്മങ്ങളാണ് ഞാൻ ചെയ്യണതെന്ന് പറഞ്ഞിട്ട് ആ കർമ്മത്തിൻ്റെ ആ ഒരു ചരടിൽ കോർക്കും. അപ്പോൾ അതൊക്കെ ആ കർമ്മ ബന്ധമായിട്ട് തീരും. നമുക്ക് കർമ്മങ്ങൾ ചെയ്യണതൊക്കെ നമുക്ക് ബന്ധനങ്ങളായിട്ട് തീരും. അതുകൊണ്ടാണ് എല്ലാ കർമ്മവും ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാൻ പറയണത്. നല്ലതായാലും ചീത്തതായാലും ഒക്കെ ഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളായിട്ട് ചെയ്യണില്ല, ഈശ്വര ഇതെല്ലാം ഇവിടത്തേക്ക് സമർപ്പിക്കണോ എന്നുള്ളതാവുമ്പോൾ ആ കർമ്മബന്ധങ്ങൾ നമ്മളെ ഉണ്ടാവില്ല. കർമ്മങ്ങൾക്കനുസരിച്ച് സുഖഭോഗങ്ങൾ നമ്മൾ ബന്ധിച്ചു കഴിഞ്ഞാൽ നല്ല കർമ്മം ചെയ്തതിൻ്റെ നന്മ അനുഭവിക്കേണ്ടി വരും, ചീത്ത കർമ്മം ചെയ്താൽ ചീത്ത അനുഭവിക്കേണ്ടി വരും, അങ്ങനെ വന്നു വരും. അപ്പോൾ അതുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ഈശ്വരന് സമർപ്പിച്ച് ചെയ്താൽ അതെല്ലാം നമ്മളെ നല്ലതും ചീത്തയൊക്കെ നമ്മളെ വിട്ടു പോകുമ്പോൾ നമ്മളെ ഒന്നിലും ബന്ധനം ഇല്ലാണ്ട് വരുമ്പോൾ നമുക്ക് ജീവൻ മുക്തനാവാൻ സാധിക്കുകയാണ് ചെയ്യണത്. കൂട്ടുകാരൻ, ശത്രു, മിത്രം, ബന്ധു, വിരോധി, മധ്യസ്ഥൻ, എങ്ങനെ ഭേദചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. വിചിത്രമായ ഭേദചിന്ത. ആ ഓരോ തരത്തിലും കർമ്മങ്ങളെ പറ്റി ഓരോ തരത്തിൽ നമ്മൾ കരുതപ്പെടുമ്പോൾ അത് ആ വിധത്തിലായിട്ട് തീരുകയാണ് ചെയ്യണത്. അപ്പം അതുകൊണ്ട് ആ കർമ്മങ്ങൾക്കനുസരിച്ച് ഓരോ കാലത്തും വന്നു ചേർന്നതൊക്കെ അനുഭവിച്ചുകൊണ്ട് ഇത് തന്നെ വന്നാലും അതിൻ്റെ കർമ്മപ്രാരാബ്ധാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനിയും ആ കർമ്മപ്രാരാബ്ധങ്ങളിൽ പെട്ടുപോകാതെ ഇനിയുള്ളത് മുഴുവനും ഇനി ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ സമർപ്പിച്ച് പൂർവജന്മാർജിതമായ കർമ്മപ്രാരാബ്ധങ്ങളെല്ലാം ഒടുങ്ങാൻ വേണ്ടിയിട്ട് ധാരാളം നാമം ജപിച്ചുകൊണ്ട് ഈശ്വര കഥകൾ കേട്ടുകൊണ്ട് സത്സംഗത്തിലിരുന്നു കൊണ്ട് നമുക്ക് മനുഷ്യജന്മം തന്നെ അതിനുള്ളതാണ്. ബാക്കിയുള്ള എല്ലാ ജീവനെ പോലെ അല്ലാണ്ട് മനുഷ്യന് തന്നേക്കണ വിശേഷ ബുദ്ധിയോട് കൂടിയിട്ട് മനുഷ്യനുണ്ടെങ്കിൽ ആ മനുഷ്യജന്മം തന്നെ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് എല്ലാവരോടും നല്ലത് മാത്രം ചെയ്യാനും നല്ലത് മാത്രം പറയാനും എല്ലാവരെയും വിവേചന ബുദ്ധി ഇല്ലാണ്ട് ഒരുപോലെ സ്നേഹിക്കാനും ശത്രുമിത്ര ഭാവങ്ങളില്ലാണ്ട് കഴിയാനൊക്കെ സാധിക്കണം എന്നുണ്ടെങ്കിൽ ആ ഈശ്വരനോട് കൂടുതൽ അടുക്കുകയും മനസ്സാർദ്രമാക്കുകയും എല്ലാവരുടെയും ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്ന ഒരേ ചൈതന്യമാണെന്നുള്ള സത്യം നമുക്ക് അനുഭവമാവുകയൊക്കെ ചെയ്യുമ്പോൾ